മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ പോക്സോ ആക്ട് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എത്ര ആർട്ടിക്കിളുണ്ട്, പാർട്സ് ഉണ്ട്, ഷെഡ്യൂളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തേതിൽ നിന്ന് സാമൂഹ്യ സാഹചര്യത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ അമെൻമെൻറ്റിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുത്തിയ മാറ്റങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ അമെൻമെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. അപ്പോൾ ഈ ഒരു പടം നോക്കിക്കഴിഞ്ഞിട്ട് ഈ പടവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത് എന്താ? 26 ജാനുവരി 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പം നമുക്കറിയാം ജനുവരി 26, 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. തൊട്ടടുത്ത വർഷം അതിനകത്ത് ആദ്യത്തെ അമെൻമെൻറ്റ് നടക്കുക. 1951 ഫസ്റ്റ് അമെൻമെൻറ്റ് നടക്കുവാണ്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു 9. അപ്പോൾ ആദ്യത്തെ അമെൻമെൻറ്റ് 1951 നടന്നു. 51 നടന്ന ഫസ്റ്റ് അമെൻമെൻറ്റിലൂടെ എന്തോ ചെയ്തു? ഷെഡ്യൂളുകളുടെ എണ്ണം അല്ലെങ്കിൽ പട്ടികകളുടെ എണ്ണം 9 കൂട്ടുവാണ് ചെയ്തത്. ഇനി അടുത്തൊരു അമെൻമെൻറ്റ് ഇവിടെ പറഞ്ഞേക്കുന്ന 42nd അമെൻമെൻ്റ് ആണ്. 42nd അമെൻമെൻറ്റ് വരുന്നത് എന്നാണ്? 1976 42nd അമെൻമെൻറ്റ് വരുന്നത്. ഈ 42nd അമെൻമെൻറ്റിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, സെക്യുലാരിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. അപ്പം സോഷ്യലിസം, സെക്യുലാരിസം, ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42nd അമെൻമെൻറ്റിലൂടെയാണ്. ഇനി നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത് 44th അമെൻമെൻ്റ് ആണ്. 1978 44th അമെൻമെൻറ്റ് വരുന്നത്. അതിലൂടെ എന്ത് മാറ്റം കൊണ്ടുവന്നു? ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്ന റൈറ്റ് പ്രോപ്പർട്ടി അതിൽ നിന്ന് എടുത്തു മാറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അപ്പം 1978 കൂടി ഇതിനെ എന്ത് ചെയ്തു? ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഇനി 73rd ആൻഡ് 74th അമെൻമെൻറ്റ് 1992 വരുന്നു. അതിലൂടെ പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നു. പഞ്ചായത്തി രാജ്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് വരുന്നത് 73rd ആൻഡ് 74th അമെൻമെൻറ്റിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്തത് അമെൻമെൻറ്റ് 86th അമെൻമെൻറ്റ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്ന 2002 എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പം 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയത്. ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റൊരാൾക്ക് നമ്മുടെ ഈ ഒരു അവകാശത്തെ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല, ഇല്ലേ? നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന ഒരു അവകാശമാണ്, അതിനെ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് ആവുന്നത്, എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആവുന്നത് 2002 വന്ന 86th അമെൻമെൻറ്റിലൂടെയാണ്. ഇനി 101ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് GST കുറിച്ചാണ് പറയുന്നത്. 2016 ഈ അമെൻമെൻറ്റ് നടക്കുന്നത്. GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത് 101ാമത്തെ അമെൻമെൻറ്റിലൂടെയാണ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ഏതാണെന്നുള്ളത് ഇവിടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 106ാമത്തെ അമെൻമെൻറ്റ് 2023 നിലവിൽ വരുന്ന 106ാമത്തെ അമെൻമെൻറ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അമെൻമെൻറ്റിലൂടെ സ്ത്രീകൾക്ക് റിസർവേഷൻ അനുവദിക്കുക. അതായത് എന്താ? ലോക്സഭയിലോട്ടും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ഒക്കെയുള്ള സ്ത്രീകളുടെ റിസർവേഷൻ അനുവദിക്കുക എന്നതാണ് 106ാമത്തെ അമെൻമെൻറ്റിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ. വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976? അപ്പം 1976 പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്താണ് ഐഡിയാസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലാരിസം, ഇൻറ്റഗ്രിറ്റി എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ എഴുതി ചേർക്കുക.
ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? നമുക്കറിയാം എന്നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. 26 ജാനുവരി 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇനി അടുത്തത്, വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെന്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? അപ്പോൾ ഫസ്റ്റ് അമെൻമെന്റ് വരുന്നത് എന്നാണ്? 1951 വരുന്നത്. അതിലൂടെ എന്താ ചെയ്തത്? ഷെഡ്യൂൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്ത് 9 ആക്കി മാറ്റി അല്ലേ? അപ്പം ഫസ്റ്റ് അമെൻമെന്റ് വരുന്ന 1951. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾ ഇൻക്രീസ് ടു 9. അത് അവിടെ എഴുതി ചേർക്കണം. ഓക്കെ. ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൈൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എത്ര കാലം നിലനിന്നിട്ടുണ്ടായിരുന്നു? അപ്പം 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്തെടുത്ത് മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. റൈറ്റ് പ്രോപ്പർട്ടി അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റിയത്. അപ്പം 1978 വരെ ആയിരുന്നു റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നിലനിന്നിരുന്നത്. ഓക്കെ. ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ആണല്ലേ. അപ്പോൾ അത് എന്നാണ് വന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരുന്നത് എന്നാണ്? 86th അമെൻമെന്റിലൂടെ 2002 എഡ്യൂക്കേഷന് എന്തായിട്ട് മാറുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? അപ്പം എത്ര തവണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുവരെ എത്ര തവണ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ് 106 എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പം അത്രയും തവണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് മാറ്റങ്ങൾ പല പല തവണയായിട്ട് വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി തൊട്ട് താഴെ നോക്കിക്കേ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. നമ്മുടെ ഭരണഘടനയിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. അപ്പം നമ്മുടെ സോഷ്യൽ ഡിമാൻഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ എന്ത് ചെയ്തു? ഈ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തിട്ട് അതുപോലെ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ദ സോഷ്യൽ ഡിമാൻഡ് സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ മാറുന്ന അനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മാറ്റം വരുത്തുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് എക്സ്പ്ലെയിൻ ഹൗ അമെൻമെന്റ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭരണഘടനയിൽ ഭേദഗതി ചെയ്യേണ്ടതെന്നുള്ള കാര്യവും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു Article 368, Parliament has the power to amend the Constitution, but the basic structure of the Constitution should not be amended. അപ്പം നമ്മുടെ 368ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച് പാർലമെന്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനകത്ത് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഭരണഘടനയ്ക്കകത്ത് നിങ്ങൾ മാറ്റം വരുത്തിക്കോ, പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിർത്തണമെന്നാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നത്. ഇനി അടുത്ത് ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ. അപ്പോൾ അടിത്തറ ഇളക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന? ഇൻ 1973 ദ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് നോ ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 1973 സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുവാണ്. ദ verdict was made in the case filed by Keshavananda Bharati, the abbot of Kasaragod, Idanirmut against the state of Kerala. അപ്പം ഈ ഒരു വിധി വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ആ കോടതി ആ കേസിൻ്റെ വിധിയെ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനകത്ത് യാതൊരു തരത്തിലും ഉള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട്
പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ 1973 കാസർഗോഡിലെ ഇടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസിന്റെ വിധിയായിട്ട് വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അമെൻമെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാം, പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചറിനകത്ത് മാറ്റം വരുത്താനായിട്ട് പാടില്ല എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിന്റെ കാര്യം എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് ബൈ ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻ 2002. അപ്പം 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എഡ്യൂക്കേഷനെ എന്താക്കി മാറ്റി? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. ദീസ് പ്രൊവിഷൻസ് വെയർ ആഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ആർട്ടിക്കിൾ 21A. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ഭാഗം ആഡ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 21A അപ്പം 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002 വരുന്നു. അതിലൂടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുന്നു. എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വാസ് എനാക്റ്റഡ് ഓൺ 4th August 2009 ആസ് പെർ ദിസ് അമെൻമെന്റ്. അപ്പം ഈ ഭേദഗതി അനുസരിച്ച് 2009 August 4 നിലവിൽ വന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്? ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത്. ദ ആക്ട് എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. അപ്പം ഈ ഒരു റൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം എന്ത് നൽകണമെന്നാണ് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ദ ടേം സെക്യുലാരിസം, സോഷ്യലിസം, ഇൻറ്റഗ്രിറ്റി വെയർ ഇൻസേർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദ 42nd അമെൻമെൻറ്റ് ഓഫ് 1976. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് സെക്യുലാരിസം, സോഷ്യലിസം, ഇൻറ്റഗ്രിറ്റി എന്നിങ്ങനെയുള്ള വാക്കുകൾ ആഡ് ചെയ്യുന്നത്. സം അതർ ചേഞ്ചസ് വെയർ ഓൾസോ ബ്രോട്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദിസ് അമെൻമെൻറ്റ്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു 42nd അമെൻമെൻറ്റിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Due to the significant change brought by the amendment, it was also called the mini constitution. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരാനായിട്ട് 42nd അമെൻമെൻറ്റിന് സാധിച്ചത് കൊണ്ട് തന്നെ ഈ 42nd അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ ഒരു ഭരണഘടന എന്ന് പറയുന്നത് 42nd അമെൻമെൻറ്റിനെയാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ലാൻഡ് റിഫോംസ് ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ് ഇൻ ദ കൺട്രി. അപ്പോൾ രാജ്യത്ത് ഇനി യാഥാർത്ഥ്യമാകാത്ത ഒന്നാണ് ഏതെന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി. ഡൗറി, സ്ത്രീധന നിരോധന നിയമം ഇപ്പോഴും കറക്റ്റായിട്ട് റിയാലിറ്റിയിൽ വന്നിട്ടില്ല, അതിപ്പോഴും കടലാസുകളിൽ തന്നെ ഒതുങ്ങുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റ് ബൈ ലോ എലോൺ. അപ്പോൾ ആൽക്കഹോളിസത്തെ നമുക്ക് എന്തിലൂടെ മാത്രം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നിയമത്തിലൂടെ മാത്രം നമുക്ക് തടയാനായിട്ട് പറ്റുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. അപ്പോൾ അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ റൈറ്റ് കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിങ് ദ എബോ ഹെഡ്ലൈൻസ്. നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? നമുക്ക് ആവശ്യം പോലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നടപ്പിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ള കാര്യമല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പം നോക്കിയേ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ചലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. അപ്പം നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വേരിയസ് ആയിട്ടുള്ള ചലഞ്ചസ് ആണ് നമുക്കിവിടെ നിന്ന് ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം?
വാട്ട് കുഡ് ബി ദ റീസൺസ്? അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും നോക്കിയേ. വേരിഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഓരോ ജനങ്ങളുടെ ഇൻട്രസ്റ്റുകൾ വ്യത്യസ്തമായിരിക്കും. അത് ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. നോക്കിക്കേ, അടുത്തൊരു പോയിന്റ് എന്താണ്? ലെജിസ്ലേഷൻ ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ. അതുപോലെ തന്നെ ജനങ്ങളുടെ ജനങ്ങളുടെ ഹിതം, അല്ലെങ്കിൽ എന്താണ്, ജനങ്ങളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് എന്തിന് കഴിയുന്നില്ല? ഈ നിയമങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഗ്നറൻസ് ഓഫ് ലോ, അതായത് ജനങ്ങൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നതും എല്ലാം തന്നെ ഈ നിയമം നമ്മൾ നടപ്പിൽ വരുത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വി ആർ എ സൊസൈറ്റി വിത്ത് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പം നമുക്കൊരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ എന്താണ്? ഡൈവേഴ്സ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യമുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. ഹൗഎവർ എവരി വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബോൺ ടു ഒബേ ദ പബ്ലിക് ലോസ്. അപ്പം എന്താണ്? ഇത്രയും ഡൈവേഴ്സിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ എല്ലാവരും ഭരണഘടനയിൽ അനുസൃതമായിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന ഈ ലോസ് എല്ലാം ഒബേ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ് എന്നാ പറയുന്നത്. When the laws are formulated, criticisms and struggles against them are likely to arise. അപ്പോൾ ഓരോ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴും രൂപീകരിക്കപ്പെടുമ്പോഴും അവയ്ക്കെതിരെ ഉള്ള പലതരത്തിലുള്ള ഒപ്പീനിയൻസും, അതുപോലെ തന്നെ പലതരത്തിലുള്ള സമരങ്ങൾ, സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം ഈ നിയമങ്ങൾക്കെതിരെ എറേസ് ചെയ്ത് വരുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ. സച്ച് ഒബ്ജക്ഷൻ ഷുഡ് ബി അപ്രോച്ച്ഡ് കോൺസ്റ്റിറ്റ്യൂഷണലി ആൻഡ് ഡെമോക്രാറ്റിക്കലി. അപ്പം ഇങ്ങനെ വരുന്ന എതിർപ്പുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഭരണഘടനാപരമായിട്ടും അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുമാണ് സമീപിക്കേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചേ. In our diverse and heterogeneous society, the values enriched in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. അപ്പോൾ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഹെറ്ററോജീനിയസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അവർ കൺട്രി ഇൻറ്റു എ സോവറിൻ, ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ, ഈ വാല്യൂസിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ മൂല്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് നമുക്ക് മാറാനായിട്ട്, നമ്മൾ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മളെ കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. അപ്പം ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.